നമസ്കാരം, അമൃതാണ്. ഒരു കുഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ചാൽ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് ഇതാണ്. മാക്സേഫ് ഒരു പവർ ബാങ്ക് ആണ്. ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് അല്ല, ഇത് ആംബ്രയിൻ്റെതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പവർ ബാങ്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചൊരു പണി കിട്ടിയതാണ്. ഇത് ബെൽക്കിൻ്റെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ 3000 mAh എന്നാണ് പറഞ്ഞിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 3000 mAh ഒന്നും കിട്ടുന്നില്ല. അതായത് ആപ്പിളിനെ പോലെ തന്നെ പെട്ടെന്ന് അങ്ങ് ചാർജ് ഡ്രോപ്പ് ആവുക. പിന്നെ ഞാനത് തിരിച്ചു കൊടുക്കാനൊന്നും നിന്നില്ല. പ്രോഡക്റ്റ് ക്വാളിറ്റി വൈസ് ഒക്കെ വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് വാങ്ങിച്ചപ്പോഴേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഫസ്റ്റ് ചാർജ് ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ബൾജാന്നാണ് എനിക്ക് തോന്നി. ഇത്തരത്തിലുള്ള പവർ ബാങ്ക് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നാൾ ഇരുന്നതാണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സാധനം കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഇതൊരു അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം തന്നെ കണ്ടപ്പോഴത്തേക്ക് ഇതിനൊരു ചെറിയ ബൾജിങ് ഉള്ളതാണൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ പവർ ബാങ്ക് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 10,000 mAh ആണ്. അപ്പോൾ 10,000 mAh ആയതുകൊണ്ടായിരിക്കും ഇത്രയും വെയിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ഇത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യും. Type-C മാക്സേഫ് ചാർജിങ് 12 and above ഉണ്ട്. എൻ്റെ 12 മിനിയാണ്. അപ്പോൾ ഇനി അതിന് പറ്റൂലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, ഇവിടെ ഒരു സീലുണ്ട്, ഇവിടെ ഒരു സീലുണ്ട്. ജോയിൻ ദ എംബ്രെയിൻ അല്ലേ. ചെറിയൊരു ബൾജിങ് പോലെയാണ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു മാറ്റ് ഫിനിഷൊക്കെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു പ്രോഡക്റ്റ് ചൈനീസ് ആയിരിക്കാം. അതുപോലെ ഇങ്ങനെ ഒരു കിക്ക് സ്റ്റാൻഡ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് എനിക്കൊരു അട്രാക്ഷനായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഫോൺ ഇങ്ങനെ വെച്ച് ചാർജ് ചെയ്യാനൊക്കെ പറ്റും. ഇത് കൂട്ട് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളാൻ പരിപാടി. എംബ്രയിൻ്റെ ലോഗോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്കിത് വലിച്ചെടുക്കാം. ഇത് ആദ്യം ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെ വർക്കാവുന്നു. ഇത് വലുതാണ്, ചാർജ് ആവുന്നുണ്ട്. മിനിക്കിത് ഒത്തിരി വലുതാണ് സൈസ്. നല്ല സോളിഡ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചാരി വയ്ക്കാം. അതുപോലെ എല്ലാ ഡയറക്ഷനിലും വയ്ക്കാം. ഇങ്ങനെയും വയ്ക്കാം, ഇങ്ങനെയും വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡായിട്ട് ഇതിങ്ങനെ വയ്ക്കാൻ പറ്റും. അത് കൊള്ളാം പരിപാടി. ഇങ്ങനെ വെച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ എനിക്കിത് രാത്രിയൊക്കെ ചാർജ് ചെയ്യാനൊരു എളുപ്പമാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൽ ബാറ്ററി ഫുള്ള് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഫുൾ ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് അത്ര ഇരുന്ന് പഴകിയതൊന്നും ആവാൻ വഴിയില്ല. കുറച്ച് ഫ്രഷ് പീസാണെന്ന് തോന്നുന്നു. അതുപോലെ Type-C ചാർജിങ് ആണ്. C-to-C ബ്രൈഡഡ് കേബിൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 2999, 3000 പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 2000 സംതിങ്ങിനാണ്ട് കിട്ടി. 2000 അല്ല, ഏതാണ്ട് 1600 കിട്ടി. സോ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത്. അപ്പോൾ എന്തായാലും ഒരു 6 months യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ പ്രൈസിൽ, അതായത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 4000 സംതിങ് ആയിരുന്നു. എനിക്ക് ഏതാണ്ട് ഒരു 1000 സംതിങ്ങിന് കിട്ടി. അപ്പോഴേ എനിക്കിത് തോന്നി എന്തെങ്കിലും മണി ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല, അല്ലെങ്കിൽ ഇത് തിരിച്ച് അയക്കാനുള്ള ഓപ്ഷനും ഇല്ല. ഒരു അത്ര ഫേമസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റൊന്നും ആയിരുന്നില്ല, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവരിതുപോലെ പണി ഉള്ള സാധനമാണെന്നുള്ള മനസ്സിലാക്കിയിട്ട്, കാരണം ചെറുതായിട്ട് ബൾജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച 3000 mAh ആണെങ്കിൽ തന്നെ 1 time ഫുൾ ബാറ്ററി ചാർജായി കിട്ടേണ്ടതാണ്. അങ്ങനെ ചാർജ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1/2 ചാർജ് ആവുന്നുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പർട്ടിക്കുലർ മൊബൈൽ. ഇത് 12 മിനിയാണ്. അപ്പോൾ ഈ സാധനം വർത്തായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒത്തിരി വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് വർത്ത്, 100% വർത്ത്. എന്തായാലും മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.